ഹായ് ഹലോ, ഞാനും അമ്മയും അച്ഛനും കൂടി ഇപ്പോൾ പേട്ട SNDPയിൽ ഒരു കല്യാണത്തിന് വന്നേക്കുവാണ്. ഞങ്ങൾ മൂന്നുപേരും മാത്രമായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കല്യാണത്തിന് പോകുന്നത്. ഹസ്ബൻഡും വാവയില്ല, അവർ രണ്ടുപേരും വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടൈമിന് തന്നെ എത്തി. കെട്ട് തുടങ്ങുന്നതേ ഉള്ളുവായിരുന്നു, പെണ്ണിനെ കൊണ്ടുവരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കണ്ടു, എല്ലാവരുമായി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സദ്യയൊക്കെ കഴിച്ച്, നല്ല സദ്യയായിരുന്നു കേട്ടോ. സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്ന് ഡ്രസ്സും മാറ്റി അമ്മയും കൊണ്ട് ജൂബിലി ഹോസ്പിറ്റലിലേക്ക് വന്നു. അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് കാലിൻ്റെ ഉപ്പൂറ്റി വേദനയുണ്ട് കേട്ടോ. അമ്മയുടെ അമ്മയ്ക്കും അമ്മാമ്മച്ചിക്കും ഉണ്ടായിരുന്നു. അമ്മാമ്മച്ചിയും ഇതുപോലെ ഉപ്പുറ്റിയിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ആ ഒരു വേദനയ്ക്ക് ശമനം കിട്ടിയത്. അമ്മയ്ക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിലും വേദന എടുക്കും എല്ലാം അറിയാമെങ്കിലും ഈ ഇഞ്ചക്ഷനായിട്ട് വന്നത് അത്രയും സഹിക്കാൻ വയ്യാത്തൊരു വേദന ആയതുകൊണ്ടാണ് കേട്ടോ. ജൂബിലി ഹോസ്പിറ്റലിലെ ഓർത്തോ സർജനായ സാജൻ ജെറോം ഡോക്ടറാണ് കേട്ടോ അമ്മയെ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതും ആ ഡോക്ടർ തന്നെയാണ്. അമ്മയ്ക്കും അമ്മാമ്മച്ചിക്കും ഒക്കെ ഇത് വന്നതുകൊണ്ട് നാളെ എനിക്കും വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ഇത് കാണുമ്പോൾ ഞാൻ ഓർത്തു നിൽക്കുമായിരുന്നു. അമ്മയുടെ വേദന കടിച്ചമർത്തലും എൻ്റെ കയ്യിലുള്ള ഒരു പിടുത്തവും ഒക്കെ എനിക്ക് മനസ്സിലായി ആ ഇഞ്ചക്ഷൻ്റെ ആഴം എന്താണെന്നുള്ളത്. ഒരുപാട് വേദന കടിച്ചമർത്തുന്നുണ്ടായിരുന്നു. ഒരു ചെറിയൊരു മരവിപ്പ് കൊടുത്തിട്ടാണ് ആ ഇഞ്ചക്ഷൻ എടുത്തതെങ്കിൽ പോലും ഇത്രയും പെയിൻ ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഈ ഇഞ്ചക്ഷൻ എടുത്തു എന്ന് വെച്ചിട്ട് ഒരു പ്രത്യേക ഒരു റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അമ്മ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ ഡോക്ടറിന് അറിയായിരുന്നു. ഡോക്ടർ പറഞ്ഞു വർക്കൗട്ടും തുടർന്ന് ചെയ്യാമെന്ന്. അതിനുശേഷം ഞാൻ ATMൽ കയറി അച്ഛൻ്റെ സാലറി ക്യാഷൊക്കെ എടുത്തിട്ട് ഞാൻ യൂബർ ബുക്ക് ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ഒരു കാര്യം സംഭവിച്ചത് കേട്ടോ. യൂബർ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു പിൻ നമ്പർ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ, ആ പിൻ നമ്പർ ഞാൻ തന്നെ ആ അങ്കിളിന് അത് ഫോണിലേക്ക് അടിച്ചു കൊടുക്കേണ്ടി വന്നു കേട്ടോ. അങ്കിളിന് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അങ്കിളുടെ ഒരു ഡയലോഗും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഓട്ടോ ഓടിക്കണമെങ്കിൽ ഇനി BA MA ഒക്കെ പഠിക്കണമെന്ന്. അത് കേട്ടപ്പോൾ ചിരിയും. വേദന കൊണ്ടാണോ എന്നറിയില്ല, അമ്മ ആകെ സൈലൻ്റ് ആയിരുന്നു കേട്ടോ ഓട്ടോയിൽ ഇരുന്നതൊക്കെ. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മയെ കൊണ്ടുവന്ന് കിടത്തിയ ശേഷമാണ് ഞാൻ തിരികെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.